ടാൽറോപ്പ് സ്ഥാപന ഉടമയ്ക്ക് അന്ത്യശാസനം നൽകിയ അഡീഷണൽ ലേബർ കമ്മീഷണർ കമ്പനി ഉടമ സഫീർ എത്താത്തതുകൊണ്ട് ഇന്നത്തെ ചർച്ചയിൽ തീരുമാനമെടുക്കാൻ സാധിച്ചില്ല. 25-നകം ഉടമ എത്തിയില്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാകും. ഉടമ എത്താത്ത പക്ഷം റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അഡീഷണൽ ലേബർ കമ്മീഷണർ സുനിൽ. കൂട്ടപ്പിരിച്ചുവിടലിൽ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ സതീഷ് കുമാർ KL കമ്പനി പ്രതിനിധികളുമായി ചർച്ച നടത്തിയ ശേഷമാണ് പ്രതികരണം. ആനുകൂല്യങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് പക്ഷേ ഒന്നോ രണ്ടാഴ്ച സമയം നമുക്ക് കൊടുക്കായിരുന്നു. പക്ഷേ ഒരു തൊഴിലാളിയുടെ ഏറ്റവും ബേസിക് റൈറ്റായ ശമ്പള കുടിശ്ശിക അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാതിരിക്കുന്നത് സംബന്ധിച്ച് ഒരു ദിവസം പോലും നമുക്ക് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ആയതുകൊണ്ട് തന്നെയാണ് നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പ് എറണാകുളം ജില്ലയിൽ ആരംഭിക്കുന്നത്. വേജ് കോഡ് അനുസരിച്ച് ഈ തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക ശമ്പളത്തിന് ബന്ധപ്പെട്ട ലേബർ കോടതികൾ കേസ് ഫയൽ ചെയ്യുന്നതിനും അതേപോലെ തന്നെ കൊടുക്കാത്ത പക്ഷം മറ്റ് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുന്നതിനും ഡിപ്പാർട്ട്മെൻറ്റിന് കഴിയും. അല്ല, അത് ഈ കുടിശ്ശിക കണക്കാക്കി കഴിഞ്ഞാൽ അത് റവന്യൂ റിക്കവറിയിലൂടെ ഇത് ഈടാക്കുന്നതിനുള്ള നടപടികൾ കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്വീകരിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റിന് കഴിയും. ശമ്പളം കൊടുക്കാത്തത് മാത്രമല്ല, റിട്രഞ്ച്മെൻറ്റ് ബെനിഫിറ്റുകൾ കൊടുക്കാത്തത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, അതേപോലെ ഇവർക്ക് ബോണസിന് അർഹതയുണ്ടാവാം, ബോണസ് കൊടുത്തിട്ടില്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നിയമലംഘനങ്ങൾ എന്താണെന്ന് കൃത്യമായി കണ്ടെത്തി ആയതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിക്കുന്നതാണ്. കമലേഷ് തെക്കേക്കാട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമലേഷ്, എന്തായാലും ടാൽറോപ്പ് സ്ഥാപന ഉടമയ്ക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് അഡീഷണൽ ലേബർ കമ്മീഷണർ. ഇന്നത്തെ ചർച്ചയ്ക്ക് ഉടമ എത്താത്തത് കൊണ്ടാണ് ചർച്ചയിൽ തീരുമാനമെടുക്കാൻ സാധിക്കാതിരുന്നത്. എന്തായാലും 25-നകം ഉടമ എത്തിയില്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കിയത്. ഇതുൾപ്പെടെ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ കൈക്കൊണ്ടത്? ഇതിന്റെ ഈ കമ്പനിയുടെ CEO മാത്രമാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ജീവനക്കാരും പങ്കെടുത്തു. അതോടൊപ്പം അഡീഷണൽ ലേബർ കമ്മീഷണർ, അതുപോലെ തന്നെ ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകളും ഈ യോഗത്തിന്റെ ഭാഗമായി. ഈ കമ്പനിയുടെ ഉടമ സഫീർ എന്നയാളാണ്. കമ്പനിയുടെ ഉടമ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ നടപടികൾ ഇതിന്റെ ഭാഗമായി കൈക്കൊള്ളാൻ കഴിയും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ ഇന്നത്തെ യോഗത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും എന്തൊക്കെ നിയമലംഘനങ്ങൾ ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുമെന്ന് തന്നെയാണ് അഡീഷണൽ ലേബർ കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഈ ജീവനക്കാരുടെ വിവരങ്ങളെല്ലാം ശേഖരിക്കും. അവർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ നൽകിയതിന്റെ രേഖകളും എല്ലാം തന്നെ പരിശോധിക്കും. ഈ മാസം 25-ന് മുൻപായി യോഗം കൂടി നടക്കും. ആ യോഗത്തിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ഈ കമ്പനിയുടെ ഉടമ സഫീറിന് അന്ത്യശാസനം നൽകിയിട്ടുണ്ട് ലേബർ കമ്മീഷണർ. അതുപോലെ തന്നെ മറ്റ് നിയമ നടപടികളിലേക്ക് ഒക്കെ കടക്കാനാണ് വളരെ പെട്ടെന്ന് തന്നെ ഇവർക്കുള്ള ആനുകൂല്യങ്ങൾ, ശമ്പള കുടിശ്ശിക ഉൾപ്പെടെ വാങ്ങിച്ചെടുത്ത് അത് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കും എന്നുകൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും 11 മാസത്തോളം, അതായത് 2017-ലാണ് ഈ കമ്പനി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി ടാൽറോപ്പ് എറണാകുളത്ത് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ അതിന്റെ ഭാഗമായി എടുക്കുന്ന ജീവനക്കാരെ ആ കമ്പനിക്ക് കീഴിലുള്ള വിവിധ കമ്പനികൾ, അതായത് സ്റ്റാർട്ടപ്പുകളിലേക്ക് അവിടുത്തെ ജീവനക്കാരായി നിയമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് നേരിട്ട് ഇതിന്റെ ഉത്തരവാദിത്തം ഇല്ല എന്ന വാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. സ്വാഭാവികമായും ഏതൊക്കെ കമ്പനികളിലാണ്, ആരൊക്കെയാണ് ഇതിന്റെ ഉടമസ്ഥർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിക്കും. ഇതിന്റെ എല്ലാം ഒരു മദർ കമ്പനി എന്ന് പറയുന്നത് ടാൽറോപ്പ് തന്നെയാണ്. ആ നിലയിൽ വിവിധങ്ങളായ വിഷയങ്ങൾ, നിയമലംഘനങ്ങൾ ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട് എന്നാണ് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. അവർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നില്ല. ശമ്പളം തന്നെ 6-8 മാസത്തെ ശമ്പള കുടിശ്ശികയുണ്ട്, 11 മാസത്തെ ശമ്പള കുടിശ്ശികയുള്ള ആളുകളുണ്ട്. ഹൃദ്രോഗികളായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് ജോലി ചെയ്തിരുന്നു. അവർക്കുള്ള ശമ്പളമോ ആനുകൂല്യങ്ങളോ പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ജീവനക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ 25-ാം തീയതി ഒരു യോഗം കൂടി ചേരും. ആ യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ച നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാവുക. ആര്യ. ശരി, കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകിയത്.